സഹാബികൾ ചോദിക്കുന്നുണ്ട് മുത്തുനബിയോട്, ഞങ്ങൾ എന്താ കാര്യമായിട്ട് ചെയ്യേണ്ടത്? കാര്യമായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 10 ദിവസത്തിൽ ചെയ്യുന്ന അമലുകൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെടുന്ന അത്ര മറ്റൊരു ദിവസത്തിലും റബ്ബിന് ഇഷ്ടമാവില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ചോദിച്ചു, എന്താ കാര്യമായിട്ട് ചെയ്യേണ്ടത്? എന്തുമല്ല കൂടണ്ടേന്ന് ചോദിക്കൂലേ? ഉടനെ പറഞ്ഞു, ഫാക്സിറൂ ഫീഹിന്ന മിനത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ 10 ദിവസത്തിന്റെ സ്പെഷ്യൽ ദിക്ർ ഇതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതുമല്ലാണ്ട് കൂടിക്കോളൂ. ചില റിവായത്തിൽ കാണാം ഒപ്പം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ഒരു മജ്ലിസിൽ എത്തിപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഓൺലൈനായി കാണുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്താണ്, ദുൽഹിജ്ജ 1 പിറന്നു എന്നറിഞ്ഞാൽ അന്ന് രാത്രി മുതൽ നിങ്ങൾ മറക്കരുത് ഈ ദിക്ർ വർദ്ധിപ്പിക്കാൻ. എത്രയാണോ ചെല്ലേണ്ടത്, ചെല്ലാൻ കഴിയുന്നത് അത്രയും ചൊല്ലണം. പടച്ചോനെ, ചില സംഗതികൾ ഒരു ലദ്ദത്തായി മാറിയാൽ അത് വലിയ റാഹത്താവും. ഇന്നിപ്പോ ഈ സദസ്സിൽ വന്നൊരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ ദിവസവും ഇപ്പം മുടങ്ങാതെ 4000 സ്വലാത്ത് ചെല്ലാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന് വന്നപ്പോ അവരത് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ 4000 തന്നെയല്ലേ പറഞ്ഞത്? ആ ഉസ്താദെ, 4000 തന്നെ. അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല, അതൊരാനന്ദായി മാറിയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെയൊക്കെ റസൂലുള്ളാന്റെ പേരിൽ ദിവസവും 4000 സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ആമീൻ എന്ന് പറയുമ്പോ എങ്ങനെ അല്ലാഹുവേ നീ അത് തട്ടുക? നീ തട്ടരുതേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഇജാബത്ത് നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ 10 ദിവസത്തിൽ ഈ തസ്ബീഹ് വർദ്ധിപ്പിച്ചാൽ ഇബാദത്തിനുള്ള തൗഫീഖ് കിട്ടും. ഇബാദത്ത് ഒരു ലദ്ദത്തായി മാറും. മടിയും ക്ഷീണമൊക്കെ കണ്ട് പമ്പ കടക്കും. ഇതെല്ലാത്തിനും പരിഹാരാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സങ്കടം പറഞ്ഞില്ല, ഞങ്ങളിൽ ചിലർ വന്നിട്ട് ചോറിയോണ്ട് കുടുങ്ങിയിട്ടുണ്ട്. കുടുംബത്തിലെ റാഹത്തില്ല, മോൻ കല്യാണത്തിന് സമ്മതിക്കണില്ല, മകൾക്കൊരു കല്യാണം വരുന്നില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ. إذا فاكثروا فيهن من التسبيح والتحميد والتهليل والتكبير. പരമാവധി തസ്ബീഹ് വർദ്ധിപ്പിക്കണേ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എത്ര ചൊല്ലി തീർക്കാൻ കഴിയും? ഞാൻ ഇവിടെ നിങ്ങളോടൊരു അതത് പറയണില്ല. എന്തുകൊണ്ടെന്നറിയോ? അള്ളാന്റെ റസൂല് ഇവിടെ അതത് പറഞ്ഞിട്ടില്ല, വർദ്ധിപ്പിച്ചോളൂ എന്നാ പറഞ്ഞത്. ആവുന്നത്ര ചൊല്ലി വരി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കിനോട് നീതി പുലർത്തി വർദ്ധിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. അല്ലാഹുവേ അത് വർദ്ധിപ്പിച്ച് രക്ഷപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മൻ ഹളറ മജ്ലിസൻ മിൻ മജാലിസിൽ ഇൽമി ഫകഅന്നമാ ഹളറ മജാലിസ അംബിയാഇല്ലാഹി വറസുലിഹി. ഉൽഹിജ്ജയിലെ ആദ്യത്തെ 10 മൻ ഹളറ മജ്ലിസൻ മിൻ മജാലിസിൽ ഇൽമ്, ഇൽമിന്റെ സദസ്സിൽ ഒരാൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഹളറ മജാലിസൽ അംബിയാ വറസുലിഹി, മഹാന്മാരായ അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും മജ്ലിസിൽ പങ്കെടുത്തത് പോലെയാ. അതുകൊണ്ട് സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം. അള്ളാഹു ഈ ഹൈറുകളൊക്കെ തടയപ്പെടുന്നതിന് തൊട്ട് നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു മടി വന്നു, വേറെന്തെങ്കിലുമൊക്കെ ഷുഗില് വന്നു, ഇന്നിപ്പം മഴയാണ്, ഇന്നിപ്പോ വലിയൊരു സുഖല്ല, അങ്ങനെ കണ്ട് തോന്നി, സംഗതി കണ്ട് മുടങ്ങി. ഇബിലീസ് ശ്രമിക്കും. ഇബിലീസ് കലി തുള്ളി നിൽക്കുന്ന സമയമാണ് ഈ ഹജ്ജ് ഇട്ട് വരുന്ന സമയം. കാരണം ഏറ് കൊള്ളാൻ കാത്തിരിക്കല്ലേ, അവനിങ്ങനെ കാത്തിരിക്കല്ലേ ഏറുകൊള്ളാൻ. അവനുള്ള ജിഹാദ്, അവനെതിരുള്ള ജിഹാദല്ലേ നടക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ഫജ്ർ ഓതാൻ കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും ഓതുകയും വേണം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എന്ത് ചെയ്യാം? والفجر والليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم الذي هجر. അവസാനം വരാണ്ട് ഓതുക. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 200 തവണയാണെന്നൊക്കെ പറഞ്ഞ ഉലമാക്കളുണ്ട്. അത് ദിവസവും 100 ഓതുന്നവർ പലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഈ ദിനങ്ങളെ കൊണ്ടൊക്കെ നമ്മളെ റബ്ബിന്റെ പൊരുത്തം അങ്ങ് നേടിയെടുക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.